കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സുവിശേഷങ്ങളിലെ ദൈവരാജ്യവും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങളിൽ പറയുന്നതായിരിക്കുന്ന ദൈവരാജ്യവും ഒന്ന് തന്നെയാണോ, അതെയോ രണ്ട് സ്ഥലത്തെക്കുറിച്ചാണോ? രണ്ട് സ്ഥലവും, അതായത് ദൈവം രാജാവായി വാഴുന്ന ദൈവത്തിന്റെ രാജ്യമായിരിക്കുന്ന രണ്ട് സ്ഥലത്തെക്കുറിച്ചാണോ ഈ പറയുന്നത് എന്നുള്ളായിരിക്കുന്ന വിഷയമാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞത് സുവിശേഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പ്രതിപാദിച്ചിരിക്കുന്നതായിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ദൈവരാജ്യം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കുന്ന ദൈവരാജ്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും യോഹന്നാൻ സ്നാപകനും ഒക്കെ പറഞ്ഞതായിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് അബ്രഹാം മുതലേ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ഇസ്രായേലിന് ദൈവം അവരുടെ രാജ്യം യഥാസ്ഥാനത്താക്കി ശാശ്വത അവകാശമായി കൊടുക്കും എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ചാണ് അവിടെയെല്ലാം ദൈവരാജ്യം, അല്ലെങ്കിൽ മത്തായി സുവിശേഷത്തിൽ പറയുന്ന സ്വർഗരാജ്യം എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. കർത്താവ് 1000 ആണ്ട് വാഴുന്ന രാജ്യമാണത്. ഭൂമിയെ 1000 ആണ്ട് കർത്താവ് നീതിയോടെ വാഴും. ആ ഭൂമിയിൽ കർത്താവ് വാഴുമ്പോൾ ഈ ഭൂമിയെ പ്രത്യക്ഷമായി വാഴുന്ന രാജാക്കന്മാർ യഹൂദന്മാരായിരിക്കും. യഹൂദന്മാരെ കൊണ്ടാണ് ആ രാജ്യം വാഴുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതാണ് ഈ 4-5 രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞിട്ട് ആ ദാനിയേൽ പ്രവചനത്തിൽ പറയുകയാണ്, ആ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരിക്കലും നശിച്ചു പോകാത്തതായിരിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കും എന്ന് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് അവിടെ തുടർന്ന് പറഞ്ഞത്, ആ രാജ്യം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല എന്നവിടെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞത് ദാനിയേല് പുസ്തകം എഴുതുന്ന ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ജാതിക്കാണ്. ദാനിയേലിന്റെ ജനം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അവർക്ക് വേണ്ടിയാണ് ദാനിയേൽ പ്രവചനം എഴുതിയത്. അതിൽ ആ ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കുന്ന 5-ാമത്തെ രാജ്യം, 4 രാജാക്കന്മാരുടെ കാലശേഷം 5-ാമത്തെ രാജ്യം സ്ഥാപിതമാകുന്നു. 5-ാമത്തെ രാജ്യം യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമാകും. അത് യഹൂദന്മാരുടെ രാജ്യമാണ്. യഹൂദന്മാരാൽ ഭരിക്കപ്പെടുന്ന രാജ്യമാണ്. യേശു ക്രിസ്തു അവരുടെ രാജാവായിരിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ എഴുത്തുകളിൽ ധാരാളം സ്ഥലങ്ങളിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായിരിക്കുന്ന എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്നും, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്നും, അങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് പൗലോസും തൻ്റെ എഴുത്തുകളിൽ ധാരാളം ഭാഗങ്ങളിൽ പറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വായിക്കുന്ന ഒരു മനുഷ്യന്റെ വിചാരം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ വിശ്വാസികളുടെ വിചാരം എന്ന് പറയുന്നത്, ആ പറയുന്ന സുവിശേഷങ്ങളിൽ പറയുന്ന ദൈവരാജ്യവും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞായിരിക്കുന്ന ദൈവരാജ്യവും എല്ലാം ഒന്ന് തന്നെയാണ്. ഒരേ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇവരൊക്കെ പറയുന്നത്. ആ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ജനമെല്ലാം വിശ്വസിക്കുന്നത് സ്വർഗത്തിലേക്ക് നമ്മൾ പോയിട്ട് വാസം ചെയ്യുന്ന സ്വർഗീയ രാജ്യമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നല്ലോ, ഭൂമിയിലെ ദൈവരാജ്യത്തെക്കുറിച്ചാണ് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ ദൈവരാജ്യമല്ല, സ്വർഗത്തിലെ ദൈവരാജ്യമാണ്, സ്വർഗീയ ദൈവരാജ്യമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിക്കുന്നത് ഫിലിപ്പിയ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 18 മുതൽ 21 വരെ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പൗലോസിന്റെ കൂടെ ഉള്ളായിരിക്കുന്ന, അല്ലെങ്കിൽ പൗലോസിലൂടെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരായിരിക്കുന്നവരിൽ പലരും പിൻവാങ്ങിപ്പോയി, പലരും പിന്തിരിഞ്ഞുപോയി. അത് പല സന്ദർഭങ്ങളിലായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കും. ഇതാണ് അവിടെ പൗലോസ് പറയുന്നതായിരിക്കുന്ന ദൈവരാജ്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിരോധമായി കർത്താവിന്റെ ക്രൂശിനെ അംഗീകരിക്കാതെ ക്രൂശിന് വിരോധമായി ജീവിക്കുന്നവരായിരിക്കുന്നവരൊക്കെയും അവരുടെ പ്രതീക്ഷകളും അവരുടെ ആഗ്രഹങ്ങളും എന്ന് പറയുന്നത് ഭൂമിയാണ്. അവര് വയറ് നിറയ്ക്കാനാണ് ജീവിക്കുന്നത്,
പ്രതീക്ഷ മുഴുവൻ ഭൂമിയിലാണ്. അതാണ് പൗലോസോടെ പറഞ്ഞത്. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പൊ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കിക്കേ. ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന എല്ലാ വിശ്വാസികളിലും, അതായത് വിശ്വാസികളാണെന്ന് അവരെ കുറിച്ച് തന്നെ പറയും, രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയും. എന്നിട്ട് അവരെല്ലാവരും പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാസം ചെയ്യുന്ന അല്ലെങ്കിൽ വസിക്കുന്ന രാജാക്കന്മാരെ പോലെ ഭരിക്കുന്നവർ ഞങ്ങളാണ് എന്നവരങ്ങ് അവകാശപ്പെടും. അപ്പൊ അവര് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഭൂമിയിലെ ദൈവം രാജാവായി വാഴുന്ന ദൈവരാജ്യമാണ്. യഹൂദന് വാഗ്ദത്തം ചെയ്താണ് ആ രാജ്യം. അത് ജാതികൾക്കൊന്നും വാഗ്ദത്തം ചെയ്തതല്ല. അത് കർത്താവ് തീർച്ചയായിട്ടും സുവിശേഷങ്ങളിൽ പറഞ്ഞ രാജ്യമാണ്. അത് ഭൂമിയിൽ വരികയും ചെയ്യും. അതിൽ യഹൂദനാണ് വാസം ചെയ്യേണ്ടത്. എന്നാൽ ഇന്നത്തെ ജാതികളായിരിക്കുന്ന ക്രിസ്തീയ ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് ഞങ്ങളാണ് ആ വാഴുന്നത്, 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ ഞങ്ങളാണ് വാഴുക, ഉൽപ്രാവണത്തിൽ ഞങ്ങൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, 7 വർഷം കഴിയുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഭൂമിയിലേക്ക് റിട്ടേൺ വന്ന് ഞങ്ങൾ ഭൂമിയെ വാഴും എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഓർക്കുന്നത് അവർ പറയുന്നത് എത്രത്തോളം മോശത്വമാണെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്രാവണം അവർക്കുള്ളതല്ല എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഉൽപ്രാവണത്തിൽ അവർ കൈവിടപ്പെട്ടു പോകും. കാരണം അവർ കാത്തിരിക്കുന്ന ഭൂമിയാണല്ലോ. ഭൂമിയെ കാത്തിരിക്കുന്നവർക്ക് എന്തിനാ ഉൽപ്രാവണം, എന്തിനാ സ്വർഗത്തിലേക്ക് പോകുന്നത്? അപ്പം ഉൽപ്രാവണത്തിൽ ഇങ്ങനെയുള്ളവരെല്ലാം കൈവിട്ടു പോകുമോ എന്ന് ഞാൻ ഓർക്കുന്നു, ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നതായിരിക്കുന്ന കാര്യം, ക്രിസ്തുവിന്റെ ക്രൂശിനെതിരായി നടക്കുന്നവരുടെ പ്രതീക്ഷയും ജീവിതവും എല്ലാം ഭൂമിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ? അപ്പോൾ പൗലോസ് വിശ്വാസികളായിരിക്കുന്ന ഫിലിപ്പിയിലെ വിശ്വാസികളോടും പൗലോസിന്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവരോടും പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു എന്നാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രാജാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ നമ്മൾ എവിടെയാണ് വസിക്കേണ്ടത്? പൗരത്വമുള്ള നാട്ടിലല്ലേ സ്ഥിരവാസമുള്ളത്? ആണോ? പൗരത്വമില്ലാത്ത രാജ്യത്ത് പോയി നിങ്ങൾക്ക് എത്ര നാളോടെ ജീവിക്കാൻ പറ്റും? പൗരത്വമില്ലാത്തവർക്ക് ഇല്ലാത്ത രാജ്യത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റുമോ? ഇനി കടന്നു ചെല്ലാനായിട്ട് വിസ കിട്ടിയാൽ തന്നെ എത്ര നാളത്തേക്കാ? ഒരു വിസിറ്റിംഗ് വിസ കിട്ടും അല്ലെ, 6 മാസം 3 മാസം ഇതൊക്കെയല്ലേ കിട്ടുന്നത്. അല്ലെങ്കിൽ വല്ല ജോലി ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നവർക്ക് കിട്ടുന്ന ഒരു അനുമതി. എന്നാലും അവരെന്ത് ചെയ്യണം? അവരുടെ പീരീഡ് കഴിയുമ്പോൾ അവരുടെ പൗരത്വമുള്ളതായിരിക്കുന്ന രാജ്യത്തേക്ക് തിരിച്ചു വരണം. ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയാണ്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതെന്തിനാ അവിടെ പറഞ്ഞത്? എന്തിനാ പൗലോസ് അവിടെ പറഞ്ഞ് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അത്ഭുതകരമായിരിക്കുന്ന ഭയങ്കരമായ ദൈവീയ ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വസിക്കുന്നതായിരിക്കുന്ന ഈ ശരീരം ഈ ഭൂമിക്ക് മാത്രമേ ഉള്ളുള്ളൂ. ഈ ഭൂമിയിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ ശരീരം കൊണ്ട് വേറെ എവിടെയും, അതായത് ഭൂമിക്ക് വെളിയിലുള്ളതായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പോയി വസിക്കാനായിട്ട് പറ്റുകയില്ല. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് ഈ ശരീരം ചേരുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പൗലോസ് പറയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് തന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പം ഈ ശരീരത്തിന് രൂപാന്തരം വന്ന് സ്വർഗീയ ശരീരം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? സ്വർഗവാസം സാധ്യമാകുകയുള്ളൂ. അത് നമ്മുടെ കർത്താവ് തൻ്റെ അത്ഭുതകരമായ വ്യാപാര ശക്തി കൊണ്ട് നമ്മൾ നിവർത്തിക്കും എന്നാണ് പൗലോസ് പറഞ്ഞത് എന്ന് ഓർക്കുക. അപ്പോൾ പൗലോസ് പറയുന്നതായിരിക്കുന്ന പൗലോസിന്റെ പ്രതീക്ഷ, പൗലോസിന്റെ സുവിശേഷത്തിലൂടെ വിശ്വസിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന നാടേതാ, രാജ്യമേതാ, വാസസ്ഥലമേതാ, പൗരത്വം എവിടെയാ? സ്വർഗം. ആ സ്വർഗത്തെ കുറിച്ചാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞപ്പോഴെല്ലാം പറഞ്ഞതെന്ന് ആദ്യമേ ഓർത്തുകൊള്ളണമേ. അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലും പൗലോസ് ഇത് ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണാം. നമ്മൾ സ്വർഗത്തിനുള്ളവരാണ്, ഭൂമിക്കുള്ളവരല്ല എന്ന് പറയുന്നതായിട്ട് കാണാം. ഞാനവിടെ വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല. എടുത്തു പറയാണ്, ഭൂമിയിലുള്ളതല്ല. ഇത് പറഞ്ഞ അന്നത്തെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമോ? അവര് ഭൂമിയിലുള്ളത് ഞങ്ങൾക്ക്, സ്വർഗത്തിലുള്ളത് ഞങ്ങൾക്ക്. സ്വർഗവും ഞങ്ങൾക്ക് വേണം, ഭൂമിയും ഞങ്ങൾക്ക് വേണം. 1000 ആണ്ട് വാഴ്ച ഞങ്ങൾക്ക്, സ്വർഗത്തിൽ പോകുന്നത് ഞങ്ങള്, എല്ലാം ഞങ്ങള്. യഹൂദൻ എന്ന് പറയുന്നവൻ ശൂന്യം, നാസ്തി, ഇന്നൊന്നുമില്ല, എല്ലാം യഹൂദൻ എന്ന് പറയുന്ന പദ്ധതി ഇല്ലെന്നൊക്കെ ആക്കി ഇന്നത്തെ ക്രിസ്ത്യൻ ലോകം. അപ്പൊ ഭൂമിയിൽ വാഴുന്നത് ഞങ്ങൾ, സ്വർഗത്തിൽ വാഴുന്നത് ഞങ്ങൾ, എല്ലാം ഞങ്ങള് എന്നുള്ളതായിരിക്കുന്ന ചിന്തയിലെത്തി. ഇവിടെ പൗലോസ് പറയുന്ന നോക്കിയേ, എങ്കിൽ, അതായത് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ക്രിസ്തു ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ദൈവത്തിന്റെ വലതുഭാഗത്ത്. എവിടെ? സ്വർഗത്തിൽ. ആ സ്ഥലം നിങ്ങൾ ചിന്തിക്കാൻ, അത് അന്വേഷിക്കാൻ, അത് മാത്രം പ്രതീക്ഷിക്കാൻ, അത് മാത്രം കാത്തിരിക്കാൻ, അതാണ് നമുക്കുള്ളത് എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ കാണണം. ഞാൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. പൗലോസ് ഈ പറയുന്നതായിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച്, പൗലോസ് പറയുന്ന ദൈവരാജ്യം ഏതാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്ന വാക്യമാണ് 2 തിമോത്തിയോസ് 4-ന്റെ-18-ാം വാക്യം. അതൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. എന്താ പറഞ്ഞേ? കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. സ്വർഗീയ രാജ്യം, സ്വർഗീയ രാജ്യം. 12 അപ്പോസ്തലന്മാരെ എന്താ കർത്താവ് ചോദിച്ചത്? കർത്താവെ, നീ എപ്പോഴാണ് തിരിച്ചു വരിക? നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എപ്പോഴാണ്? കർത്താവിന് യഹൂദന്മാരെല്ലാവരും ചോദിക്കുന്നത്, എന്നാണ് ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? നീ എപ്പോഴാ തിരിച്ചു വരിക? നീ എപ്പോഴാ രാജ്യത്വം ഏറ്റെടുക്കുക? നീ എപ്പോഴാ ഭരണം നടത്തുക? ആ യഹൂദന്മാരെല്ലാം പ്രതീക്ഷിച്ച് കാത്തിരുന്നത് എന്താണെന്നറിയാവോ? ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യമാണ്, ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യമാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് സുവിശേഷങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം. എന്നാൽ പൗലോസോട് പറയാണ്, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അപ്പൊ പൗലോസ് പറയുന്ന ആ ദൈവരാജ്യം ഏതാന്ന് മനസ്സിലായോ? സ്വർഗത്തിലെ രാജ്യം, സ്വർഗീയ രാജ്യം. അതാണ് പൗലോസ് പറയുന്ന ദൈവരാജ്യം. അതിനെ ദൈവരാജ്യം എന്ന് പറയുന്നു. ആ കാര്യമാണ് സ്വർഗവും ഭൂമിയും എല്ലാം ആരുടെ ആധിപത്യത്തിലാകും? അതെല്ലാം ദൈവത്തിന്റെ ആധിപത്യത്തിൽ, ക്രിസ്തുവിന്റെ ആധിപത്യത്തിലാകും. ഇന്നായിട്ടില്ല, അതെല്ലാം ആകാനിരിക്കുന്നതേ ഉള്ളൂ. ആകും. അതായത് സ്വർഗത്തിലെ രാജ്യവും, സ്വർഗരാജ്യം എന്നൊക്കെ പറയാൻ തെറ്റിദ്ധരിക്കല്ലേ, സ്വർഗത്തിലെ രാജ്യവും ഭൂമിയിലെ രാജ്യവും ദൈവത്തിന്റെ ആധിപത്യത്തിലേക്ക് വരുന്ന നാളിനി അധികം വിദൂരമല്ല. ഇന്ന് ഭൂമിയുടെ ഭരണാധിപൻ ആരാ? ഇന്ന് ഭൂമിയുടെ ഭരണാധിപൻ എന്ന് പറഞ്ഞാല് സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുന്ന വാക്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് ഭൂമി ആരുടെ അധീനതയിലാണ് കിടക്കുന്നത്? ദുഷ്ടന്റെ അധീനതയിലാണ്, എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആധിപത്യത്തിലാണ്. കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ സാത്താൻ പറഞ്ഞത് അറിയാമല്ലോ. ഒരു ക്ഷണനേരം കൊണ്ട് ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെയും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് എതിര് പറഞ്ഞു, നിന്റേതല്ല എന്റേതാണ് എന്ന് പറഞ്ഞില്ലല്ലോ. കർത്താവ് അംഗീകരിക്കുന്നതല്ലേ കാണാൻ കഴിയുന്നത്. കർത്താവ് ഒന്നും എതിര് പറഞ്ഞില്ല. അപ്പൊ ഇന്ന് ഭൂമി മുഴുവൻ അവന്റെ അധീനതയിലാണ്. അത് വീണ്ടെടുത്ത് യഹൂദന് കൊടുക്കുന്ന കാലമാണ് സുവിശേഷങ്ങളിലെ ദൈവരാജ്യം. അത് യഹൂദന് ഭരിക്കാൻ തക്കവണ്ണം, ഭൂമിയെ ഭരിക്കാൻ തക്കവണ്ണം യഹൂദന് വീണ്ടെടുത്ത് കൊടുക്കുന്ന കാലമാണ് സുവിശേഷങ്ങളിലെ ദൈവരാജ്യം. എന്നാൽ ഭൂമി മാത്രമാണോ സാത്താന്റെ അധീനതയിലുള്ളത്? അല്ലല്ലോ. എഫേസ്യ ലേഖനം 6:12 എന്തെന്നാ വായിക്കുന്നത് നമ്മള്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും ഈ അന്ധകാര ലോകത്തിലെ ദുരാത്മാവാഴ്ചയോടും അത്രേ എന്നല്ലേ എന്ന് പറഞ്ഞ സ്വർലോകങ്ങളിലും ഇന്ന് ആരാ വാഴുന്നത്? സാത്താനാ വാഴുന്നത്. ഈ സാത്താൻ വാഴുന്ന സ്വർലോകങ്ങളെ വീണ്ടെടുത്ത് നമുക്ക് തരുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന പദ്ധതിയാണ്
അനാദികാലം മുതൽ ദൈവം മനുഷ്യന് മറച്ചു വെച്ചതായിരിക്കുന്ന കാര്യം അത് മനസ്സിലാക്കണം. അനാദികാലം മുതൽ അത് ലോകത്തിൽ വെളിപ്പെടുത്താതെ അപ്പോസ്തലനായ പൗലോസിലൂടെ സ്വർഗത്തെ വീണ്ടെടുത്ത് മനുഷ്യരാശിക്ക് സ്വർഗത്തിന്റെ ഭരണം അഥവാ സ്വർഗമണ്ഡലങ്ങളിലെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ആ രഹസ്യം അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന രഹസ്യമായിരുന്നു. അത് വെളിപ്പെട്ട് കിട്ടിയത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ താൻ പോയി വസിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവർ പൗരത്വം പ്രാപിച്ചിരിക്കുന്ന പോയി വസിക്കുന്ന ആ സ്വർഗീയ രാജ്യത്തെ ആ സ്വർഗീയ രാജ്യത്തെയാണ് പൗലോസ് തൻ്റെ വാക്കുകളിൽ ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സുവിശേഷങ്ങളിലെ ദൈവരാജ്യമല്ല പൗലോസിന്റെ എഴുത്തുകളിലെ ദൈവരാജ്യം. അത് സ്വർഗീയ രാജ്യമാണ് പൗലോസ് പറയുന്നത്. അത് സ്വർഗത്തിലെ പൗരത്വമാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് പ്രവേശിപ്പാൻ കഴിയാത്ത സ്വർഗീയ രാജ്യത്തെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്ന് വളരെ സ്പഷ്ടമാണ്. അതായത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ജഡശരീരത്തിന് ഈ നമ്മുടെ ബോഡിക്ക് ഈ ശരീരത്തിന് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചാണ് പൗലോസ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് ഏതാ സ്ഥലം? 1000 ആണ്ട് വാഴ്ച ഭൂമിയിലായിരിക്കുമ്പോൾ അനേകം യഹൂദന്മാർ മരിക്കാതെ അനുഗ്രഹീതരായി ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും, ശരീരത്തോടെ പ്രവേശിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? മഹാപീഡന കാലത്ത് ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധന്മാർ ശരീരത്തോടെ എങ്ങോട്ട് കിടക്കും? 1000 ആണ്ടെന്ന ദൈവരാജ്യത്തിലേക്ക് കടക്കും. എന്നാൽ പൗലോസ് പറയുന്ന ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ ഈ ശരീരത്തിന് പറ്റില്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കാവേ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിന് 50-ഉം 51-ഉം വാക്യം. 15-ാം അധ്യായം 50-ഉം 51-ഉം വാക്യം നോക്കുക. ഞാനൊരു മർമ്മം, മേലെ നോട്ട് വായിക്കാം, 50-ഉം 51-ഉം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. പൗലോസ് പറയുന്നത് ദൈവരാജ്യം ഏതാ? ഭൂമിയിലെ ദൈവരാജ്യമാണോ? ശ്രദ്ധിച്ച്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ, പൗലോസ് ദൈവരാജ്യം എന്നല്ല പറയുന്നത്, ഈ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞത് ഓർക്കുമല്ലോ, കർത്താവായ യേശു ക്രിസ്തു വാഴാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ യഹൂദന്മാർ സാധാരണ ശരീരത്തിൽ സാധാരണ ജീവിതത്തിൽ അവർ അതിലേക്ക് ഭാഗ്യവാന്മാരായി പ്രവേശിക്കും. മരിച്ചുപോയവരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവിനെ പിൻഗമിച്ചതായിരിക്കുന്ന 12 അപ്പോസ്തലന്മാർ മരിച്ചു, ആദ്യത്തെ ആ ലിറ്റിൽ ഫ്ലോക്ക് മരിച്ചു, അവരെല്ലാം മരിച്ചുപോയി. അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവരല്ല സാധാരണ ശരീരത്തിൽ കിടക്കുന്ന. മഹാപീഡനം വരാൻ പോവുക അവരെ ശുദ്ധീകരിക്കാൻ. ആ മഹാപീഡനം അതിജീവിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന യഹൂദന്മാർ ആ ശരീരത്തോടു കൂടെ തന്നെ 1000 ആണ്ടിലേക്ക് പ്രവേശിക്കും. അവരാണ് ലോകം ഭരിക്കുന്നത്. അവരാണ് അന്ന് ലോകം ഭരിക്കുന്നത്. ശരീരത്തിലുള്ളവർ തന്നെയാണ് ലോകം ഭരിക്കുന്നത്. എന്നാൽ മരിച്ചുപോയ വിശുദ്ധന്മാരോ, അവർ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ തിന്നു കുടിച്ച് സന്തോഷിക്കുകയും 1000 ആണ്ടിൽ കർത്താവിനോട് കൂടെ അവരായിരിക്കുകയും ചെയ്യും. എന്നാൽ ആ മരിച്ചു പോയവർ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനോട് കൂടി ഇരിക്കുമ്പോൾ സാധാരണ ജഡത്തിലുള്ള മനുഷ്യർക്ക് അവരെ കാണാനൊന്നും പറ്റില്ല. അതങ്ങനെ രൂപാന്തരപ്പെട്ട ശരീരത്തിലുള്ളവർക്ക്, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലുള്ളവരെ ഉള്ളവരായിരിക്കുന്ന അവരെ എങ്ങനെയാ സാധാരണ ശരീരത്തിലുള്ളവർക്ക് കാണാൻ പറ്റില്ല. അവര് കർത്താവിനോട് കൂടെ 1000 ആണ്ടിലുണ്ട്. അബ്രഹാമും യാക്കോബും സകല പിതാക്കന്മാരും ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. നിങ്ങളെയോ ഏറ്റവും രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നൊക്കെ പറഞ്ഞറിയാൻ പാടില്ലേ? അബ്രഹാം മുതലുള്ളായിരിക്കുന്ന അല്ലെങ്കിൽ പൂർവ്വ പിതാക്കന്മാർ മുതലുള്ളായിരിക്കുന്നവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ടിൽ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയിലുണ്ട്. എന്നാൽ അവരെല്ലാം രൂപാന്തരപ്പെട്ട, അവരെല്ലാം തിരസ്കരിക്കപ്പെട്ട ശരീരത്തിലായതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് അവരെ കാണാൻ കഴിയുകയില്ല. എന്നാൽ മഹാപീഡനം വരും യഹൂദനെ ശുദ്ധീകരിക്കാൻ. യഹൂദനെ കറയും കളങ്കവും നീക്കി നല്ല തനി തങ്കത്തെ അവരിൽ നിന്ന് പുറത്തെടുക്കാനാണ് ഈ മഹാപീഡനം വരുന്നത്. ആ മഹാപീഡന കാലഘട്ടത്തില് മരിക്കാതെ ഭാഗ്യവാന്മാരായി ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ സാധാരണ ശരീരത്തിലാണ്, ഇതുപോലെയുള്ള ശരീരത്തിൽ അവിടേക്ക് പ്രവേശിക്കുന്നതെന്ന്. അവരെ കൊണ്ടാണ് ലോകം വാഴുന്നത്, ലോകം കർത്താവ് ഭരിക്കുന്നത്. കാരണം
മനുഷ്യന് കാണാൻ പറ്റാത്തവരെ കൊണ്ടല്ല ഭരിക്കുന്നത്. അതൊരു സത്യമാണ്, നമ്മളത് മനസ്സിലാക്കണം. 12 അപ്പോസ്തലന്മാരുടെ കാര്യം നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ അവരാണ് അവർക്ക് ആ 12 ഗോത്രങ്ങളുടെയും ഭരണ നേതൃത്വം ഉള്ളവര്. അവര് രൂപാന്തരപ്പെട്ട ശരീരത്തിലായിരിക്കും. അവര് ഈ 12 അപ്പോസ്തലന്മാരൊക്കെ മരിച്ചുപോയി. ആ മരിച്ചു പോയവരെല്ലാം രൂപാന്തരപ്പെട്ട തിരസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ നേതൃസ്ഥാനത്തുണ്ടാകും. പക്ഷെ അത് ദൃശ്യമായി കാണാൻ പറ്റില്ല. ഇന്ന് സാത്താൻ ലോകത്തെ വാഴുന്നു, ഭരിക്കുന്നു എന്നെല്ലാവർക്കും അറിയാലോ. എന്നിട്ട് സാത്താനെ എല്ലാവരും ഇങ്ങനെ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. സാത്താന്റെ ഭരണം മനുഷ്യരിൽ സ്വാധീനം ചെലുത്തിയിട്ട് പ്രകൃതിയ ജഡശരീരത്തിലുള്ള മനുഷ്യനെ കൊണ്ട് സാത്താൻ ലോകത്തെ ഭരിക്കുക ചെയ്യുന്നത് അല്ലെ. അത് തന്നെ അവിടെയും സംഭവിക്കും. മരിച്ച് പോയവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ ദൈവരാജ്യത്തിലുണ്ട്. അവർ പന്തിയിലിരിക്കും, അവർ തിന്നുകുടിക്കും, സന്തോഷിക്കും. ഇതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, രൂപാന്തരപ്പെട്ട ശരീരത്തിൽ നിന്ന് ആഹാരം കഴിക്കാവോ എന്ന്. അതൊക്കെ വേറെ വിഷയമായിട്ട് ഞാൻ പറയാം. അവരവിടെ തിന്നുകുടിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ജീവനോട് പ്രവേശിക്കുന്ന യഹൂദന്മാർ അവിടേക്ക് പ്രവേശിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷെ പൗലോസ് പറയുന്ന ദൈവരാജ്യത്തിലോ ജീവനോടിരിക്കുന്ന ഒരു മനുഷ്യന് അവിടെ പ്രവേശിക്കാൻ പറ്റുകയില്ലെന്ന് ഇവിടെ പറഞ്ഞ് മനസ്സിലായോ? ഇവിടെ എന്താ പറഞ്ഞ? സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. പൗലോസ് പറയുന്ന ദൈവരാജ്യത്തെ മാംസരക്തങ്ങൾക്ക് അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഈ ശരീരം ദ്രവത്വത്തിന് വിധേയപ്പെട്ടതാണ്. ഇത് ദ്രവിച്ചു പോകുന്നതാണ്, പുഴു തിന്നു പോകുന്നതാണ്, മണ്ണോട് മണ്ണാവുന്നതാണ്. ഈ ശരീരത്തിന് സ്വർഗം എന്ന അദ്രവത്വ സ്ഥലത്തെ അവകാശമാക്കാൻ പറ്റുകയില്ല. ആ സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ദ്രവത്വം അദ്രവത്വത്തെ, അതായത് ഈ ശരീരത്തിന്, ദ്രവിച്ചു വന്ന ഈ ശരീരത്തിന് ദ്രവിക്കാത്ത സ്വർഗത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് താൻ അവിടെ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ് ഉൽപ്രാവണത്തെ കുറിച്ച് ഒരു മർമ്മം പറയുന്നതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടല്ലേ ഈ പറയുന്ന കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പൗലോസ് പറയുന്നില്ലേ, എന്താ പറയുന്നത്? സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമ ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ എന്നെല്ലാം പറയുന്ന അറിയാലോ. 15-ാം അധ്യായത്തിന്റെ 40 പിന്നെ 1 കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, അങ്ങനെ പറഞ്ഞു പോവുക. അപ്പം ഈ പൗലോസ് പറയുന്ന ദൈവരാജ്യത്തെ ജഡരക്തങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റുകയില്ല. ജഡരക്തങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റുകയില്ല. കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തിലോ ജഡരക്തങ്ങൾ പ്രവേശിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ യഹൂദന്മാർ ജഡരക്തങ്ങളോടെ അവിടേക്ക് പ്രവേശിക്കും. അവരെ കൊണ്ട് ലോകം ദൈവം ഭരിക്കും. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞ ദൈവരാജ്യം ഏതാണെന്ന് രണ്ടാമത്തെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നാമത് ഞാൻ പറഞ്ഞത്, ഒന്നാമത് പറഞ്ഞത് പൗലോസ് പറഞ്ഞ ദൈവരാജ്യം സ്വർഗമാണ്, അതായത് സ്വർഗീയ രാജ്യമാണ് എന്നാണ് പൗലോസ് അത് പറയുന്നത്. നമ്മുടെ പൗലോസ് സ്വർഗത്തിലാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഈ സാധാരണ ശരീരത്തിന് പൗലോസ് പറഞ്ഞ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. ആ സ്വർഗീയ അദ്രവത്വത്തെ അവകാശമാക്കാൻ ദ്രവത്വത്തിന് കഴിയുകയില്ലെന്നാണ് പറഞ്ഞത്. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ തിന്നു കുടിക്കുന്ന സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ തിന്നു കുടിക്കുന്ന ഒരു സ്ഥലമല്ല പൗലോസ് പറയുന്നതായിരിക്കുന്ന ദൈവരാജ്യം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. റോമാലേഖനം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. എന്താ പറഞ്ഞത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. പൗലോസ് പറയുന്ന ദൈവരാജ്യത്തിൽ ഭക്ഷണവും ഇല്ല, പാനീയവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞു അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം കൊണ്ട് നിറഞ്ഞതുമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. പൗലോസിന്റെ രാജ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൗലോസ് പറയുന്ന ദൈവരാജ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് തിന്നു കുടിക്കാൻ പറ്റുന്ന സ്ഥലമല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സ്വർഗത്തിൽ തിന്നു കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്ക് വിശപ്പും ദാഹവും പട്ടിണിയൊന്നും ഇല്ലല്ലോ അവിടെ, ക്ഷീണവും പ്രയാസവും ഒന്നുമില്ലല്ലോ. അത് സന്തോഷത്തിന്റെ നാടാണ് എന്നാ പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് ദൈവരാജ്യം ഏതാന്ന് മനസ്സിലായല്ലോ. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ച് എന്താ സുവിശേഷങ്ങളിൽ പറഞ്ഞത്? സുവിശേഷങ്ങളിൽ പറഞ്ഞത് പ്രവചന പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. 1000 ആണ്ടിലേക്ക് കടക്കുന്ന യഹൂദൻ ഭാഗ്യമുള്ളവരാ. അവര് വിതയ്ക്കും, അവര് 100 മേനി കൊയ്യും, അവരിഷ്ടം പോലെ ഭക്ഷിക്കും, എൻ്റെ ദാസന്മാർ തിന്നു തൃപ്തരായിരിക്കും എന്നെല്ലാം പല വാക്യങ്ങളിലൂടെ പറഞ്ഞ് കർത്താവും പറഞ്ഞു
പിന്നെ ഞാൻ ഇനി ദൈവരാജ്യത്തിൽ വെച്ചല്ലാതെ ഈ വീഞ്ഞ് കുടിക്കുകയില്ല. അതായത് സിയോൻ മാളികയിൽ വെച്ചിട്ട് കർത്താവ് 12 അപ്പോസ്തലന്മാർക്ക് അപ്പവും വീഞ്ഞും എടുത്തു കൊടുത്തു പറഞ്ഞു, ഇനി നിങ്ങളോട് കൂടെ സ്വർഗരാജ്യത്തിൽ വെച്ചല്ലാതെ ഞാൻ ഇതിൽ നിന്ന് കുടിക്കുകയില്ലെന്ന് പറഞ്ഞു. ആ 1000 ആണ്ടെന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ടവർ പോലും ഭക്ഷണം കഴിക്കുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അതൊക്കെ വിശദമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. രൂപാന്തരപ്പെട്ടവർ പോലും നമ്മുടെ കർത്താവിനോട് ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഗ്രഹീത ഭൗമിക രാജ്യമാണ് ആ പറയുന്നത്. അല്ലാതെ ജഡത്തിൽ ആ 1000 ആണ്ടിലേക്ക് കടക്കുന്നവര് വിതയ്ക്കും, കൊയ്യും, അവരുടെ കളപ്പുരകൾ നിറയും, അവരുടെ മുന്തിരിച്ചക്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകും, അവര് പിന്നെ 100 മേനി കൊയ്യും, അവര് ഇഷ്ടംപോലെ ആനന്ദിച്ച് തിന്നു കുടിച്ച് ഉല്ലസിക്കും. ആ 1000 ആണ്ട് ഭൂമിയിൽ 1000 ആണ്ട് ജീവനോടിരിക്കുന്നവരെ സംബന്ധിച്ച് തിന്നു കുടിക്കുന്ന സ്ഥലമാണ്. പക്ഷെ പൗലോസോട് പറഞ്ഞ എന്താ? പൗലോസ് പറയുന്ന ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നു. അപ്പൊ മൂന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. പൗലോസ് പറഞ്ഞ ദൈവരാജ്യം ഈ ഭൂമിയിലെ ദൈവരാജ്യം അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നാലാമത്തെ കാര്യം, ഭൂമിയിലെ കഷ്ടങ്ങൾ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴൊക്കെ ഭൂമിയിലെ കഷ്ടങ്ങൾ എന്തിനാണെന്നറിയോ നമുക്ക് തന്നിരിക്കുന്നത്? ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടം തന്നിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടം തന്നിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലം എവിടെ കിട്ടും? സ്വർഗത്തിൽ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ കഷ്ടപ്പെടുന്തോറും സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. എന്താ പറഞ്ഞ് അവിടെ പൗലോസ് പറയുന്നത്? ദൈവരാജ്യം ഏതാണെന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഏതാ ദൈവരാജ്യം? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അപ്പൊ പൗലോസ് അവിടെ പറയുന്നത് ദൈവരാജ്യം ഏതാ? നാം ഈ ഭൂമിയിലെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ച് കഷ്ടങ്ങളിലൂടെ നാം എവിടേക്ക് കടക്കും? ദൈവരാജ്യത്തിലേക്ക് കടക്കും. ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച എന്ന് കർത്താവായ യേശു ക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും പറഞ്ഞ ആ ദൈവരാജ്യമല്ല പൗലോസ് പറയുന്നതെന്ന് എത്ര വ്യക്തമാണ്. എന്താ കാരണം? ഈ ഭൂമിയിലെ കഷ്ടങ്ങളിൽ കൂടെ കഷ്ടങ്ങൾ തികച്ച് കഷ്ടങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന നാം ആ കഷ്ടങ്ങളുടെ പൂർത്തീകരണം അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ എവിടേക്ക് കിടക്കും എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളില്ലാത്ത ദൈവരാജ്യത്തിലേക്ക് കിടക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പൗലോസിന്റെ എഴുത്തുകളിലെ ദൈവരാജ്യം ഭൂമിയിലെ ദൈവരാജ്യം അല്ല എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ഇത്ര താല്പര്യത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും കൂടെ ഞാനൊരു വാക്യം വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാവുന്നു. ഇവിടെ ദൈവരാജ്യം എന്ന് പൗലോസ് പറയുന്ന രാജ്യം ഏതാ? അതായത് തെസ്സലോനിക്കയിലെ വിശ്വാസികള് ഈ കാലഘട്ടങ്ങളിൽ, ഈ ലേഖനം എഴുതുന്ന കാലഘട്ടങ്ങളിൽ വളരെ പ്രയാസത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോവുകയാണ്. ഒരുപാട് കഷ്ടം അനുഭവിച്ചു. അവരിൽ പലരും നിദ്ര കൊള്ളുകയും ചെയ്യുന്നുണ്ട്, മരിച്ചു പോവുകയും ചെയ്തു. ഈ വിശ്വാസത്തിന്റെ പേരിൽ മരിക്കേണ്ടി വന്നു. അവിടെ അത്രയും ദുരിതങ്ങൾ അനുഭവിച്ചു. തെസ്സലോനിക്ക ലേഖനമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് അവിടെ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും, 4-ാം വാക്യം, 2 തെസ്സലോനിക്കർ 1-ന്റെ 4-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാവുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞതായിരിക്കുന്ന കാര്യം, നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുന്നു, നിങ്ങളിപ്പോൾ ഒരുപാട് ദ്രോഹം സഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ജാതിക്കാരിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ അനുഭവിക്കുന്നു, പലരും ഈ വിശ്വാസത്തിന്റെ പേരിൽ മരിച്ചു പോയിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നായിരിക്കുന്ന ദ്രോഹങ്ങളും കഷ്ടങ്ങളും ഒന്നും സാരമില്ല എന്ന് പൗലോസ് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, നിങ്ങളുടെ ഈ കഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്നായിരിക്കുന്ന ഈ കഷ്ടങ്ങളൊക്കെ ഇത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ നിങ്ങൾ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങൾ യോഗ്യരായിട്ട് എണ്ണമെന്ന്.
നിങ്ങളിവിടെ കഷ്ടപ്പെടുന്നതിനെല്ലാം നിങ്ങൾ കടക്കാൻ പോകുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച എന്ന ആ രാജ്യമല്ല പൗലോസിന്റെ ദൈവരാജ്യം എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. പൗലോസ് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതിന് പ്രതിഫലം കിട്ടുന്ന എവിടെയാണ്? ഭൂമിയിലെ 1000 ആണ്ടിലാണോ നമുക്ക് പ്രതിഫലം കിട്ടുന്നത്? അല്ലല്ലോ. നമുക്ക് എവിടെ പ്രതിഫലം കിട്ടുന്നത്? പ്രതിഫലം കിട്ടുന്നത് സ്വർഗത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്വർഗത്തെക്കുറിച്ചാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ദൈവരാജ്യം എന്ന് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ 4 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. പൗലോസിന്റെ എഴുത്തുകളിലെ ദൈവരാജ്യം എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അത് ഭൂമിയിലെ ദൈവരാജ്യമാണോ അതോ സ്വർഗമാകുന്ന ദൈവരാജ്യമാണോ എന്നുള്ളതാണ് 4 കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. 5-മതായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യമെന്ന്. എന്തെന്നാ പറയുന്നത്? ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യം. അപ്പോ പലരും എന്നോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ രാജ്യം എന്ന സുവിശേഷങ്ങളിൽ നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എന്നോടുകൂടെ തിന്നുകുടിക്കും, എൻ്റെ രാജ്യത്തിൽ പന്തിയിലിരിക്കും എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പൊ ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ 1000 ആണ്ടാണെങ്കിൽ അതേ 1000 ആണ്ടിനെ തന്നെയല്ലേ പൗലോസും ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അവിടെയാണ് നമുക്ക് ദൈവവചനം ശരിയാമണ്ണം പഠിക്കാത്തത് കൊണ്ടുള്ള തെറ്റ് പറ്റുന്നത്. ആ വാക്യം നമ്മളൊന്ന് വായിക്കാം. ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 5-ാം അധ്യായം 5-ാം വാക്യം എന്തെന്നാ വായിക്കുന്നത്? ദുർനടപ്പുകാർ, അശുദ്ധർ, വിഗ്രഹാരാധിയായ ദ്രവ്യാകരികി ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ തെറ്റായി ജീവിക്കുന്ന ആർക്കും എവിടെ അവകാശമില്ലെന്നാണ്. ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. ഇത് വായിച്ചിട്ടാണ് പലരും ചോദിക്കുന്നത്, ആ ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്ന അതേ രാജ്യം തന്നെയല്ലേ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് കർത്താവ് പറഞ്ഞതും? നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എന്നോട് കൂടെ തിന്നുകുടിക്കുന്നൊക്കെ അല്ലേ പറഞ്ഞേ? അത് തന്നെയല്ലേ പൗലോസും പറയുന്ന ക്രിസ്തുവിന്റെ രാജ്യം. ഇവിടെയും പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ളായിരിക്കുന്ന ദുർനടപ്പുകാർ, അശുദ്ധർ, വിഗ്രഹാരാധികൾ, ദിവ്യാഗ്രഹികൾ ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന്. നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു വാക്യം കൂടെ വായിക്കട്ടെ. ഞാനത് വിശദീകരിച്ചു തരാം. കൊലോസ്യ ലേഖനം 1:3. കൊലോസ്യ ലേഖനം 1:13. കൊലോസ്യ ലേഖനം 1:13 എന്താ പറയുന്നത്? എന്താണ് അവിടെ വായിക്കുന്നത്? മേലെന്നോട്ട് വായിക്കണം. ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അപ്പൊ ഇവിടെയും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന് അവകാശിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൺഫ്യൂഷൻ ആയില്ല എല്ലാവർക്കും? എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നത് അപ്പൊ ക്രിസ്തു പറഞ്ഞ രാജ്യം തന്നെയാണ്. ക്രിസ്തുവിന്റെ രാജ്യം 1000 ആണ്ട് വാഴ്ച, ആ രാജ്യത്തെക്കുറിച്ച് തന്നെയാണ് പൗലോസും പറഞ്ഞത് എന്ന് പിന്നെ അതിനെക്കുറിച്ച് വായിച്ചിട്ട് അനേകരും ഒന്ന് പറഞ്ഞു പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലും ഭൂമിയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എവിടെയൊക്കെ അധികാരം പ്രാപിച്ചു? എവിടെയൊക്കെ അധികാരം പ്രാപിച്ചു? എൻ്റെ കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതല്ലേ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 28-18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. അതെന്താ ഈ സ്വർഗത്തിലെ അധികാരം? നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പം ക്രിസ്തു ദൈവമല്ലേ? സ്വർഗം ഓൾറെഡി അപ്പൊ ദൈവത്തിന്റെ അധീനതയിലല്ലേ? പിന്നെ എന്തേ സ്വർഗത്തിലെ അധികാരം? സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരം എന്ന് കർത്താവ് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗമണ്ഡലങ്ങളാണ്. അനാദിയായ അല്ലെ എന്താണ് സ്വർഗാദി സ്വർഗം എന്നുള്ള സ്ഥലമല്ല അവിടെ പറയുന്നത്. സ്വർഗമണ്ഡലങ്ങൾ ഇന്ന് ആരുടെ അധീനതയിലാണ് അറിയോ? സാത്താന്റെ അധീനതയിലാണ്. മനുഷ്യനായി ഭൂമിയിൽ വന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തൻ്റെ മരണത്തിലൂടെ സ്വായത്തമാക്കിയത് സാത്താന്റെ അധീനതയിലുള്ളായിരിക്കുന്ന സ്വർഗമണ്ഡലങ്ങളും ഭൂമണ്ഡലവുമാണ്. രണ്ടും സാത്താന്റെ അധീനതയിലാണ്. അത് രണ്ടുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ട് താൻ നേടിയെടുത്തത്, താൻ അവകാശം പ്രാപിച്ചത്.
അതുകൊണ്ടാണ് മത്തായി 28:18 പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ക്രിസ്തുവിന്റെ രാജ്യമെന്നും ദൈവത്തിന്റെ രാജ്യമെന്നും പറഞ്ഞിരിക്കുന്ന പൗലോസ് പറയുന്ന രാജ്യം ഭൂമിയിലെ രാജ്യമാണോ സ്വർഗത്തിലെ രാജ്യമാണോ എന്ന് തിരിച്ചറിയാൻ. ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാകുന്നുണ്ടോ? അതായത് കർത്താവ്, മരണത്തെ ജയിച്ച കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചവനാണ്. ആ സ്വർഗത്തിൽ താൻ പ്രാപിച്ച അധികാരം ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഭൂമിയിൽ താൻ പ്രാപിച്ച അധികാരം, ഭൂമിയെ വീണ്ടെടുക്കുന്ന ആ പ്രക്രിയ, അത് യഹൂദന് വിട്ടുകൊടുക്കുകയും യഹൂദനെ കൊണ്ട് 1000 ആണ്ട് ഭൂമിയെ വാഴുകയും ചെയ്യും. എന്നാൽ സ്വർഗത്തിൽ താൻ പ്രാപിച്ച അധികാരം ആർക്കാണ് താൻ വിതരണം ചെയ്യുന്ന ആ രാജ്യത്തിന്റെ അവകാശം ആർക്കാണ് കൊടുക്കുന്നതെന്നാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യം. ഏത് രാജ്യം? ഭൂമിയിലെ രാജ്യമല്ല, സ്വർഗത്തിലെ. ക്രിസ്തു അധികാരം പ്രാപിച്ച സ്വർഗമണ്ഡലങ്ങളിലെ രാജ്യം. ആ രാജ്യത്തെക്കുറിച്ചാണ് ഇവിടെയും നമ്മൾ വായിച്ചത്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് ആ സ്വർഗ രാജ്യത്തെക്കുറിച്ച് പൗലോസിന്റെ ചിന്തയിലെ, തീരുമാനത്തിലെ, പൗലോസിന്റെ എഴുത്തുകളിലെ, പൗലോസിന്റെ മനസ്സിലെല്ലാം കടന്നു പോകുന്നത് ആ സ്വർഗീയ രാജ്യമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അല്ലെ? നമ്മുടെ പൗരത്വമോ, പിന്നെ നമ്മൾ ആദ്യം വായിച്ചില്ല, സ്വർഗീയ രാജ്യത്തിന് വേണ്ടി നമ്മെ രക്ഷിക്കും. സ്വർഗീയ രാജ്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ക്രിസ്തു അധികാരം പ്രാപിച്ചത് സ്വർഗത്തിലും ഭൂമിയിലുമാണ്. അതിലെ ഭൂമി എന്ന മണ്ഡലമാണ് ആർക്ക് കൊടുക്കുന്നത്? യഹൂദന് കൊടുക്കുന്നത്. അതാണ് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചത്, നീ ഈ കാലത്താണോ ഇസ്രായേലിന് രാജ്യസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചത്. എന്നാൽ പൗലോസ് പറയുന്ന രാജ്യം ക്രിസ്തു അവകാശം പ്രാപിച്ചതായിരിക്കുന്ന, നേടിയെടുത്തായിരിക്കുന്ന സ്വർഗമണ്ഡലങ്ങളെയാണ്. അതിനെയാണ് ക്രിസ്തുവിന്റെ രാജ്യമെന്നും ദൈവത്തിന്റെ രാജ്യമെന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 21-ാം വാക്യം. താണ് ഇറങ്ങി മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ദൈവം ഉയർത്തി എല്ലാ നാമത്തിലും മീതെയുള്ള നാമം കൊടുത്തു. എല്ലാ അധികാരത്തിന്റെയും മീതെ അധികാരം കൊടുത്തു. അതാണ് നമ്മളോട് വായിക്കുന്നത്. നോക്കുക, നമ്മുടെ കർത്താവിനെ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. എവിടെയൊക്കെയാണ്? സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മണ്ഡലങ്ങളാ അവിടെ പറഞ്ഞു നോക്കിയേ? ശക്തിക്ക്, അതായത് വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും എന്ന് പറഞ്ഞാൽ വരുവാനുള്ള രാജ്യം. അതാ ക്രിസ്തുവിന്റെ ആ വരാനുള്ള സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നത്. വരുവാനുള്ളതിനും അത്യന്തം മീതെ ഇരുത്തുകയും അതിൻ്റെയും മീതെ, അതായത് സ്വർഗമണ്ഡലങ്ങൾക്കും മീതെ തന്നെ ഉയർത്തി പിതാവിനോട് ചേർത്ത് തൻ്റെ സിംഹാസനമിട്ട് പിതാവിന്റെ വലതുഭാഗത്തിരിക്കാൻ തക്കവണ്ണം ആ സ്വർഗീയ മണ്ഡലം, അതാ കർത്താവിന്റെ അധികാരം. കർത്താവായ യേശു ക്രിസ്തു പ്രാപിച്ചതായിരിക്കുന്ന ആ അധികാരം എന്ന് പറഞ്ഞാൽ സർവത്തിൻ്റെയും മീതെ, സകല വാഴ്ചകൾക്കും സകല അധികാരങ്ങൾക്കും ഭൂമിയിലും സ്വർഗത്തിലും ഉള്ളതായിരിക്കുന്ന എല്ലാത്തിൻ്റെയും മീതി അധികാരം പ്രാപിച്ചു എന്ന് പറയുന്നത്. ഈ അധികാരത്തെക്കുറിച്ചാണ് ഇവിടെ ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നത്. ആ സ്വർഗമണ്ഡലങ്ങളെയാണ് ദൈവം നമുക്ക് തരുന്നത്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ആ വരാനുള്ള രാജ്യം, ആ സ്വർഗമണ്ഡലം, ആ നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന രാജ്യം എന്ന അർത്ഥത്തിലാണ് വരാനുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ. വരാനുള്ള രാജ്യം എന്ന് കേൾക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയൊന്നും വിചാരിച്ചേക്കില്ല കേട്ടോ. അതായത് നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന രാജ്യം, നമ്മൾ പോകാനിരിക്കുന്ന രാജ്യം, വരാനുള്ള രാജ്യം, അതിൻ്റെയും മീതെ നമ്മുടെ കർത്താവിനെ ഉയർത്തി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെപ്പോഴാണ് നമ്മുടെ കർത്താവിന്റെ ആധിപത്യത്തിന്റെ കീഴിലേക്ക് വരുന്നത്? ഈ ഭൂമിയായാലും സ്വർഗമണ്ഡലമായാലും, അതായത് ഭൂമിയിലെ ദൈവരാജ്യമായാലും സ്വർഗത്തിലെ ദൈവരാജ്യമായാലും, ഇതെല്ലാം നമ്മുടെ കർത്താവിന്റെ ആധിപത്യത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? നമ്മളതൊന്ന് മനസ്സിലാക്കണ്ടേ. ഞാൻ ഒരു വേദഭാഗം കൂടെ വായിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരാം. എപ്പോഴാണ് നമ്മുടെ കർത്താവിന് ഈ അവകാശങ്ങളെല്ലാം കിട്ടുന്നത്, അധികാരങ്ങളെല്ലാം കിട്ടുന്നത് എന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കുക. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ
7 മുതലുള്ളായിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. എവിടെ യുദ്ധം ഉണ്ടായെന്ന്? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടാകുന്നത്? അവന്റെ വാസസ്ഥലം സ്വർഗമണ്ഡലങ്ങളിലാണ്. ഏതാ? മഹാസർപ്പത്തിന്റെ വാസസ്ഥലം സ്വർഗമണ്ഡലങ്ങളിലാണ്. ആ സ്വർഗമണ്ഡലങ്ങളിൽ യുദ്ധമുണ്ടായി. എപ്പോഴാണ് യുദ്ധം ഉണ്ടാകുന്നത്? ഈ സംഭവം വെളിപ്പാട് പുസ്തകത്തിൽ നടക്കുന്നതിന് തൊട്ടു മുമ്പ് എന്ത് സംഭവിച്ചെന്നറിയാമോ? അതായത് മഹാപീഠനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഉൽപ്രാവണത്താൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ സംഭവം നടക്കുമ്പോൾ സഭ, ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭ സ്വർഗത്തിലാണ് ഉള്ളത്. നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ആധിപത്യം പ്രാപിച്ചിരിക്കുന്ന ദുഷ്ടനായിരിക്കുന്നവനെ മിഖായേലും അവന്റെ ദൂതന്മാരും കൂടി വെട്ടി താഴേക്ക് എറിയാൻ പോവുക. കാരണം ആ സ്വർഗമണ്ഡലങ്ങളിലെ അവകാശം നമുക്ക് തരാൻ വേണ്ടി ഇത് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അവന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ അവരുടെ സ്ഥലം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സാത്താൻ എവിടെ ഇരുന്നോണ്ടാ ഭൂമിയെ വാഴുന്നതെന്ന് മനസ്സിലായോ? സ്വർഗമണ്ഡലങ്ങളിലിരുന്ന്. ആ മണ്ഡലങ്ങളെ സാത്താന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്താൽ നമുക്ക് തരുമെന്ന് പറഞ്ഞു. അതാ നമ്മൾ പോകാനിരിക്കുന്ന ദൈവരാജ്യം. അല്ലാതെ ക്രിസ്തു പറഞ്ഞ 1000 ആണ്ട് വാഴ്ചയല്ല നമ്മുടെ രാജ്യം. ഇപ്പൊ കാര്യം മനസ്സിലാവുന്നുണ്ടോ? എത്ര വ്യക്തമാണ്. ദൈവവചനം പഠിക്കേണ്ട പോലെ പഠിച്ചാൽ എത്ര സിമ്പിളാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നോക്കിയേ, പടവെട്ടി ജയിച്ചില്ലാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സാത്താൻ എന്നേക്കും സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. കണ്ടോ? ഭൂമിയിലേക്ക്. അവനെ സ്വർഗത്തിലേക്ക് ഇനി തിരിച്ചു കയറാൻ അനുവാദമില്ലാതെ വണ്ണം, സ്വർഗമണ്ഡലങ്ങളിൽ ചെല്ലുവാൻ അനുവാദമില്ലാതെ വണ്ണം, അവിടെ ഇരുന്ന് വഴിച്ച നടത്താൻ അനുവാദമില്ലാതെ വണ്ണം അവനെ നമ്മള് ഉൾപ്രവണത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവനെ വെട്ടി ഭൂമിയിലേക്ക് ഇടുകയാണ്. ഭൂമിയെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഭൂതലത്തെ മുഴുവൻ തിരിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അടുത്ത വാക്യം നോക്കിയേ, 10-ാം വാക്യം നോക്കിയേ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടു. എപ്പോൾ? അവനെ വെട്ടി താഴേക്ക് കളഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഒരു വലിയ ശബ്ദം കേട്ടുന്നു. എന്താ ശബ്ദം കേട്ടെ? മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നോക്കിയേ, ഇപ്പോൾ. എപ്പോൾ? സാത്താനെ വെട്ടി താഴെയിട്ട് കഴിഞ്ഞപ്പോൾ, സ്വർഗമണ്ഡലങ്ങളിൽ നിന്ന് സാത്താനെ വെട്ടി താഴെയിട്ട് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്, ഇപ്പോൾ ഈ അവനെ വെട്ടി കളഞ്ഞപ്പോൾ മുതൽ അതുവരെ സ്വർഗമണ്ഡലങ്ങളുടെ അവകാശം ഇന്നും അവനോട് വാഴുന്നത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും. അതാ ക്രിസ്തുവിന്റെ രാജ്യം. പൗലോസ് പറയുന്ന ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യം എന്ന് പറയുന്നത് ഭൂമിയിലെ രാജ്യമല്ല. ഭൂമിയിലും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യമുണ്ട്. അത് യഹൂദനുള്ളതാണ്. അതാ 1000 ആണ്ട് വാഴ്ച. അതാ സുവിശേഷങ്ങളിൽ പറയുന്ന ദൈവരാജ്യം. പൗലോസ് പറയുന്ന ദൈവരാജ്യം അതല്ലെന്ന് പറയാനാ, നിങ്ങളോട് അത് ബോധ്യം വരുത്തി തരാനാ ഞാൻ ഇത്രയും പറയുന്നത്. ഈ സാത്താനെ അവിടെ നിന്ന് വെട്ടിക്കളയുമ്പോഴാണ് ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങുന്നത്. എവിടെ? സ്വർഗരാജ്യത്തിൽ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങുന്നത് അപ്പോഴാണ്. ഇപ്പോൾ ഞാനത് പിന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അതിനെയാണ് പൗലോസ് പറഞ്ഞ ക്രിസ്തുവിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതായത് നമ്മൾ വായിച്ചായിരിക്കുന്ന വേദഭാഗങ്ങളിലെല്ലാം എഫെസ്യ ലേഖനം 5:5 കൊലോസ്യർ 1:13 ഒക്കെ ക്രിസ്തുവിന്റെ രാജ്യം, ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യം എന്ന് പൗലോസ് പറഞ്ഞ രാജ്യം കർത്താവായി യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞായിരിക്കുന്ന ദൈവരാജ്യമല്ല, സ്വർഗത്തിലെ രാജ്യം, സ്വർഗമണ്ഡലങ്ങളിലെ ആധിപത്യം. അതാണ് നമുക്ക് തരുന്നത്. എന്നിട്ട് അവിടെ ഈ പറയുന്ന വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ പിന്നെയും പറയാണ്, സന്നിധിയിൽ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമന്ന അവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായിട്ടും
തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ആരാ സ്വർഗവും അതിൽ വസിക്കുന്നവരും? യഹൂദന്മാർക്ക് സ്വർഗത്തിൽ പോകുന്ന കാര്യം അറിയാമോ? അപ്പൊ ആരാ സ്വർഗവും അതിൽ വസിക്കുന്നവരും? നമ്മള് സ്വർഗത്തിൽ വസിക്കുന്ന സ്വർഗീയ ജീവികൾ നമ്മളാണെന്ന്. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത് അറിയോ? സ്വർഗത്തിലും നമ്മളാ, ഭൂമിയിലും നമ്മളാ. അയ്യോ, ശകലം പോലും യഹൂദന്മാർക്ക് കൊടുക്കില്ല, ശകലം പോലും വിട്ടു കൊടുക്കില്ല. അതും നമുക്ക്, ഇതും നമുക്ക്, എല്ലാം നമുക്ക് ഇരിക്കട്ടെ എല്ലാം. അപ്പൊ ഇവിടെ പറയാണ്, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി. ഭൂമിയിൽ വസിക്കുന്നവരോട് പറയാ, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആ മഹാക്രോധമാണ് 7 വർഷത്തെ മഹാപീഡനം, യഹൂദനെ ശുദ്ധീകരിക്കുന്ന മഹാപീഡനം. അത് അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴേക്ക് ഇട്ടതിന് ശേഷം ഭൂമിയിൽ സംഭവിക്കുന്ന മഹാക്രോധമാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ക്രോധവും വരും, കുഞ്ഞാടിന്റെ കോപവും വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? ഇപ്പോൾ നമുക്ക് മനസ്സിലായോ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യം എന്താണെന്ന്? അതായത് സ്വർഗത്തിൽ നിന്ന് പിശാചിനെ തള്ളിക്കളഞ്ഞ് സ്വർഗമണ്ഡലങ്ങളുടെ അവകാശം നമ്മുടെ കർത്താവ് നേടിയെടുത്തിട്ട് അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? എഫെസ്യ ലേഖനം, കർത്താവ് ഈ സ്വർഗത്തിലും ഭൂമിയിലുള്ളായിരിക്കുന്ന അധികാരം മുഴുവൻ പ്രാപിച്ചിട്ട് അത് ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ്, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാവകാശവും നമ്മുടെ കർത്താവ് പ്രാപിക്കും. എന്നിട്ട് അത് ആർക്ക് കൊടുക്കും നോക്കി? അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമി യഹൂദനെ കൊടുക്കുന്നത് പോലെ തന്നെ സ്വർഗമണ്ഡലങ്ങളെ വീണ്ടെടുത്ത് ആ ദൈവരാജ്യത്തെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നു, ക്രിസ്തു നമുക്ക് തരുന്നു. അതിനാണ് ക്രിസ്തുവിന്റെ ശരീരമാക്കി നമ്മളെ വെച്ചിരിക്കുന്നത്. ശിരസിന്റെ ആധിപത്യം മുഴുവൻ ശരീരത്തിനും പങ്കിടുന്നു. സ്വർഗമണ്ഡലങ്ങളിൽ ആ രാജ്യത്തിന്റെ ആധിപത്യം നമുക്ക് തരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് പൗലോസ് പറയുന്നത് ദൈവരാജ്യം എന്ന്? മനസ്സിലായോ? കർത്താവും 12 ശിഷ്യന്മാര് യോഹന്നാൻ സ്നാപകനും പറഞ്ഞ ദൈവരാജ്യം ഏതാണെന്ന് ഞാൻ ആദ്യം മുൻ വീഡിയോയിൽ പറഞ്ഞില്ലേ? ഈ വീഡിയോയിലൂടെ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു. 5-6 പോയിന്റുകൾ നിരത്തി നിങ്ങളോട് പറഞ്ഞു. പൗലോസ് പറയുന്നതായിരിക്കുന്ന ദൈവരാജ്യം ആ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയല്ല പൗലോസിന്റെ ദൈവരാജ്യം. പൗലോസ് പറയുന്ന ദൈവരാജ്യം സ്വർഗത്തിൽ പോയി നമ്മൾ വാഴുന്ന ദൈവരാജ്യമാണ്. അത് ഇതുവരെയും കർത്താവ് അധികാരത്തിലേക്ക് നേടിയിട്ടില്ല. അത് പിശാചിനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിക്കളയുമ്പോൾ നമ്മുടെ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ആധിപത്യം തുടങ്ങും. ആ സമയത്ത് കുഞ്ഞാട് തന്റെ ആധിപത്യം തന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി വീതം വയ്ക്കും. അങ്ങനെ സ്വർഗമണ്ഡലങ്ങളിൽ നാം വാഴും. ഭൂമി എന്ന മണ്ഡലം യഹൂദനും കൊടുക്കും. അപ്പൊ 2 ദൈവരാജ്യവും രണ്ടാണെന്ന് മനസ്സിലായോ? ഇതിൽ കൂടുതൽ എങ്ങനെ വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ.